ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഇനിയും ഇലക്ട്രിക്കൽ കോഴ്സുകളിലേക്ക് നോട്ടിഫിക്കേഷൻസ് വരുമോ, KW ഓപ്പറേറ്റർ വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അതെന്തായാലും വരുന്നുണ്ടാവും. അപ്പോൾ അതിൽ കഴിഞ്ഞ തിങ്കളാഴ്ച മിനിയാന്ന് ഒരു കമ്മീഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറച്ചധികം പോസ്റ്റുകളിലേക്ക് നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴാണ് നമ്മൾ വീഡിയോ ചെയ്തത്. കഴിഞ്ഞ തിങ്കളാഴ്ച നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് തന്നെയായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞത് ഈ നോട്ടിഫിക്കേഷൻസ് എന്തായാലും വരുന്നുണ്ടാവും എന്നുള്ള രീതിയിൽ. അപ്പൊ അതിൽ LD കാർക്ക് ഉൾപ്പെടെ 56 തസ്തികകളിലേക്കാണ് PSC വിജ്ഞാപനം ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് നമുക്ക് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റ് അതിൽ വരുന്നുണ്ട്. പിന്നെ നമ്മളവിടെ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ മൃഗസംരക്ഷണ വകുപ്പിൽ ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കും കൂടിയാണ് അവരുടെ നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി തീരുമാനമായിട്ടുള്ളത്. ആസ് എ ഇലക്ട്രിക്കൽ സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് പോയിന്റ് ആണ് ഉള്ളത്. ഓക്കെ, ലീഗൽ മെട്രോളജിന്റെ ഡീറ്റെയിൽഡ് നമ്മൾ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ പറയുന്നുണ്ടാവും. അപ്പൊ ഇത് കഴിഞ്ഞ തിങ്കളാഴ്ച മിനിയാന്ന് നടന്ന കമ്മീഷൻ യോഗത്തിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി തീരുമാനമായിട്ടുള്ളത്. ഇത് ഡിസംബർ മാസം 30 ഗസറ്റിലാണ് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക. ഡിസംബർ മാസം 30 ഗസറ്റിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻസ് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക. ഇനിയിപ്പം വീണ്ടും രണ്ട് കമ്മീഷനും കൂടി ഈ ഒരു വർഷം നടന്നുണ്ടാവും. അതായത് 22-ാം തീയതിയും 29-ാം തീയതിയും. ഓക്കെ, വേണമെങ്കിൽ ഇപ്പൊ 56 തസ്തികകളല്ലല്ലോ, ഇനിയും ഒരു 50 തസ്തികകളിലേക്കും കൂടി വേണമെങ്കിൽ എന്ത് ചെയ്യാം, കമ്മീഷൻ പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി ചിലപ്പോൾ തീരുമാനമാവാം. നമ്മുടെ 100% ഷുവർട്ടി ഒന്നും പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അതിൽ വേണമെന്നുണ്ടെങ്കിൽ എന്താ വേറെ ഏതെങ്കിലും ഇലക്ട്രിക്കൽ ചിലപ്പോൾ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് വേണമെങ്കിൽ വരാം. അല്ലെങ്കിൽ എന്താ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ 56 തസ്തികകളിലേക്ക് ഉള്ളത് ഡിസംബർ 30 ഗസറ്റിലാണ് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക. അത് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഇതിന്റെ കേസിൽ ഒരു 100% ഷുവർട്ടി എന്തായാലും പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്യുമ്പോൾ ഇതിനെപ്പറ്റി ഈ ഒരു 56 വീഡിയോസിന്റെ കാര്യം അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ വീഡിയോ ചെയ്തപ്പോഴാണ് ഇന്ന് രാവിലത്തെ പേപ്പറിലാണ് എന്ത് ചെയ്തേക്കുന്നത്, ഈ 56 തസ്തികകളുടെ കാര്യം അറിഞ്ഞത്. അപ്പൊ അതെന്തായാലും അവിടെ ഒന്ന് ഞാൻ പറഞ്ഞതിൽ അവിടെ പോയിന്റ് അവിടെ ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പൊ നോട്ടിഫിക്കേഷൻസ് വരുന്നതിൽ പറഞ്ഞു, അത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം വീണ്ടും വരുമെന്നില്ലായിരുന്നു നമുക്കവിടെ ഷുവർട്ടി പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, ചിലപ്പോൾ വരെ 22, 29 കൂടി കമ്മീഷൻ നടത്തുന്നുണ്ട്. അപ്പൊ അതിൽ ചിലപ്പോൾ ഡിസിഷൻ ആവാം. ഒന്നാമത്തെ കാര്യം. ഇനിയിപ്പോ നമുക്ക് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ കാര്യത്തിലേക്ക് പോവാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ ഇൻസ്പെക്ടർ, അതായത് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ കാറ്റഗറി നമ്പർ വന്നിട്ട് 455/2022 ആയിരുന്നു. അതിൽ ഏകദേശം 74,364 പേര് ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ കൺഫർമേഷൻ കൊടുത്തേക്കുന്നത് ആകെ 35,575 പേരായിരുന്നു. അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ അറ്റ് ദ ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ 2 വേക്കൻസി എടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിരുന്നു. 18 തൊട്ട് 36 വയസ്സിനായിരുന്നു ഏജ് ലിമിറ്റ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ബിടെക് ആയിരുന്നു. ഏത് ബിടെക് ആണെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആഫ്റ്റർ അണ്ടർഗോയിങ് റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡി 3 years പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഇൻ സെൻട്രൽ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് സർവീസിന്റെ ഓർ PSU എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. മസ്റ്റ് ബി ഏബിൾ ടു സ്പീക്ക്, റീഡ് ആൻഡ് റൈറ്റ് മലയാളം. അല്ലാന്നുണ്ടെങ്കിൽ സയൻസ് ഏതെങ്കിലും ഡിഗ്രി മതി. ഗ്രാജുവേഷൻ ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് ആസ് വൺ ഓഫ് ദി സബ്ജക്ട്സ് കൺഫേർഡ് ഓർ റെക്കഗ്നൈസ്ഡ് ബൈ ദി യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അവിടെ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എല്ലാ ബിടെക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റാണ്. അപ്പൊ 2022 നോട്ടിഫിക്കേഷൻ വന്നിട്ട് 2023 ജൂൺ മാസം 10-ാം തീയതി ആയിരുന്നു എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2023 നവംബർ മാസം എന്ത് ചെയ്തു, ഷോർട്ട് ലിസ്റ്റ് വന്നു. ഷോർട്ട് ലിസ്റ്റില് 97 പേരെ അവർ മെയിൻ ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 119 പേര് സപ്ലിമെന്റ് ലിസ്റ്റിൽ, 216 പേരെ മൊത്തം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് 43.33 മാർക്കായിരുന്നു അവിടെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിട്ടുള്ളത്. 43.33. അപ്പോ 43 കട്ട് ഓഫ് ഉണ്ടെന്നുണ്ടെങ്കിലും അവിടെ ടോപ്പർ 61 മാർക്കുള്ളവരായിരുന്നു ടോപ്പർ ആയിട്ടുണ്ടായിരുന്നത്. 27/4/2024 അവിടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. അപ്പൊ 27 വരെ റാങ്ക് ലിസ്റ്റിനുള്ള വാലിഡിറ്റി ഉണ്ട്. പക്ഷെ അവർ നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പോ നമുക്ക് ആ ഒരു PSCയുടെ ഒരു ഒഫീഷ്യൽ കിട്ടിക്കഴിഞ്ഞാലായിരിക്കും വേറെ എന്തെങ്കിലും മാറ്റമുണ്ടോ, ചെറിയ പോയിന്റ് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നവരെ അറിയുന്നുണ്ടാവുള്ളൂ. എനിവേ 27 ഏപ്രിൽ വരെ റാങ്ക് ലിസ്റ്റോടെ വാലിഡിറ്റി ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ PWDI സിവിലിന്റെ കേസ് ഇതേപോലെ 27 ഏപ്രിൽ വരെ റാങ്ക് ലിസ്റ്റിനോട് വാലിഡിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അവരിത് മുന്നേ നോട്ടിഫിക്കേഷൻ ഇറക്കി. എക്സാം ഇപ്പൊ ഫെബ്രുവരിയിൽ ആണ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. ഡിസംബറിലായിരുന്നു ഫെബ്രുവരിയിലേക്ക് മാറിയതാ, എലക്ഷൻ കാരണം.
അപ്പൊ 16 അഡ്വൈസ് ഇതുവരെ പോയിട്ടുണ്ട്. 16 അഡ്വൈസ് ആണ് ഇതുവരെ പോയിട്ടുണ്ട്. ഇതിന് മുന്നത്തെ വേണമെന്നുണ്ടെങ്കിൽ 21 ഡാറ്റാസ് വേണമെങ്കിൽ നമുക്കവിടെ നോക്കാം. 21 40 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. ഇതിന് മുന്നത്തെ നോട്ടിഫിക്കേഷനിൽ 40 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഡീറ്റെയിൽസ് ആണുള്ളത് ഷെയർ ചെയ്യാനുള്ളത്. ഓക്കെ, ഓ ഇതിന്റെ NJD പോയേക്കുന്നത് കുറവാണ്. NJD പോയത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പോയേക്കുന്നത് 9 മാസമായിരുന്നു. 3 NJDs മാത്രമേ പോയിട്ടുള്ളൂ. 16 3 NJDs ആണ് പോയേക്കുന്നത്. ഇതിന് മുന്നത്തേല് 40 6 NJDs ആണ് പോയേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് വരുമ്പോ അതിനനുസരിച്ച് നമ്മൾ ഷെയർ ചെയ്യാം. അപ്പൊ ഇതുവരെ PSCയുടെ ഒഫീഷ്യൽ ഡാറ്റ വന്നിട്ടില്ല, ഒഫീഷ്യൽ നോട്ടീസ് വന്നിട്ടില്ല. അപ്പൊ വൺസ് വരുവാണെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പൊ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.